സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്നെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യെഹെസ്കേൽ 18:20. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം അത് നന്മയായി അനുഗ്രഹമായി നമ്മുടെ മേൽ വരും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അപ്പൊ നമുക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കാം, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം, ആളുകളെക്കുറിച്ച് നല്ലത് പറയാം, അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയാം. വിമർശിക്കാനുള്ള കാര്യങ്ങൾ പലതും നമ്മുടെ മുൻപിൽ വരും. നമുക്ക് അത് ഒഴിവാക്കിയിട്ട് നല്ല കാര്യങ്ങൾ പറയാമല്ലോ. ഒരാൾ ചെയ്യുന്ന നന്മകളെക്കുറിച്ച് നമുക്ക് പറയാം, ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് പറയാം. പോസിറ്റീവായിട്ട് നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കാം. അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്മ ചെയ്ത് നന്മയുടെ പ്രതിഫലം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. മറ്റുള്ളവർ ചെയ്യുന്ന നന്മയെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങളെ സഹായിക്കണമപ്പാ. വിമർശനത്തിന്റെ നാവ് ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. പോസിറ്റീവായിട്ട് സംസാരിക്കാൻ കൃപ തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.